പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മഞ്ചേരിയിലെ കോവിലകം കുണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ്. ഒരുപക്ഷെ ഒരു ചായക്കടയിലിരുന്ന് വാർത്താ തലക്കെട്ട് വായിക്കുന്ന അനുഭവം ജനാർദ്ദന മാഷ് ആദ്യമല്ലേ? അങ്ങനെ അതെ, വളരെ ജനകീയമായി. എനിക്കൊരു ഈ ടെലിവിഷന്റെ ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്തപ്പോഴേ നമ്മൾ ഓഗ്മെന്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും ഒക്കെ നമ്മൾ പരീക്ഷിച്ചു. സ്റ്റുഡിയോ വലിപ്പമുള്ളതായി, സ്റ്റുഡിയോയിൽ ഗ്രാഫിക്സ് വന്നു അല്ലേ. പക്ഷേ നാട്ടുകാരുടെ ഇടയിലിരുന്ന് വാർത്ത വായിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പണ്ട് മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതിനൊരു കാരണവും ആവേശമൊക്കെ പണ്ട് ഈ ദിനേശ് ബീഡിക്കാരൻ്റെ കഥ പറയുമല്ലോ. പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വാർത്ത പറയുന്ന മനുഷ്യരുണ്ട്. അവരാണ് കേരളത്തിന്റെ രാഷ്ട്രീയ ബോധ്യം രൂപപ്പെടുന്നത്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചായക്കടയിലിരുന്ന് വാർത്ത പറയുന്നത് എങ്ങനെയാണ് ടെലിവിഷന്റെ ഒരു രൂപമാക്കി മാറ്റാൻ പറ്റുക. ഒരുപാട് പരിമിതികളുണ്ട്. കാരണം സാങ്കേതിക വിദ്യയുടെ തടസ്സം, റേഞ്ചിന്റെ പ്രശ്നം, ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് നമ്മൾ ഈ ഗ്രാമത്തിലിരുന്ന് വാർത്ത വായിക്കുന്ന അനുഭവമുണ്ട്. എങ്ങനെ ഫീൽ ചെയ്യുന്നത്? വളരെ വളരെ ഗംഭീരമാണ്. കാരണം അതിൽ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നികേഷ് ഈ വാർത്തേന്റെ നിലവിലുള്ള ഒരു സ്ഥിതിനെ അട്ടിമറിച്ചൊരു മനുഷ്യനാണ്. വിപ്ലവം ഉണ്ടാക്കിയ മനുഷ്യനാണ്. സാധാരണ ഒരു ഫോട്ടോ ആണ് വാർത്ത വായിക്കുക, ആ ഫോട്ടോ വെച്ച് മനുഷ്യൻ വാർത്ത വായിക്കുന്നതായി വരുത്തിയത് മൂപ്പരാണ്. പിന്നീട് രണ്ടാമത്തെ ഘട്ടത്തിൽ വിപ്ലവം ഉണ്ടാവുന്ന 24 കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ SKനും നമ്മളെല്ലാവരും കൂടി നിരത്തിലേക്ക് ഇറങ്ങി, മുണ്ടെടുത്ത് പുറത്തേക്ക് ഇറങ്ങി, ആൾക്കാർ നിന്ന് വാർത്ത വായിക്കാൻ തുടങ്ങി. നമ്മളൊന്നും ഇരിക്കാറേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മൾ കുറച്ചുകൂടി ജനകീയമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചായക്കടയിൽ ഇരുന്ന് വാർത്ത വായിക്കാൻ തുടങ്ങി. അതൊരു ഗംഭീരം അനുഭവമാണ്. അതെ, അപ്പൊ ഈ ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇങ്ങനൊരു വാർത്ത വായിക്കുന്ന വാർത്താ അവതാരകരുടെ അടുത്തിരുന്ന് വാർത്ത വായിക്കാൻ പറ്റിയിട്ടില്ലല്ലോ, വാർത്ത കേൾക്കാൻ പറ്റിയിട്ടില്ലല്ലോ. ഒരിക്കലും നല്ലൊരു അനുഭവം തന്നെയാണ്. അല്ലേ? അപ്പോൾ ഒരു ഹെഡ്ലൈൻസ് വായിച്ച് നമ്മളൊരു ഗ്രാമത്തിൽ ഇരുന്നാണ്. ഇനി നമുക്ക് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത കൂടി പറയാം. പ്രേക്ഷകർക്ക് ഇതൊരു ചായക്കടയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ആ ചായക്കടയിൽ ഒരു കവിതയുണ്ട്. ആ ചായക്കടയിലെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് ചോദിക്കാം. അതിന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് നോക്കൂ. ഒരു പാട്ട്, ഒരു കപ്പ് ചായ, ഒരിറ്റി കവിത. മനോഹരമാണ് അല്ലേ? ഒരു പാട്ട്. എന്താണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത്? എന്താ ഉദ്ദേശിച്ചത്? ഇവിടെ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. ഇവിടെ റേഡിയോ ഉണ്ടായിരുന്നു. റേഡിയോ വെച്ച് ഇവിടെ ഒരു പാട്ടുണ്ടാവും. അപ്പൊ വൈകുന്നേരം ഇവിടെ വന്ന ഒരു പാട്ട് കേൾക്കും. പിന്നെ ഒരു കപ്പ് ചായ, ഒരു കപ്പ് ചായ കൊടുക്കും. ഫ്രീ ആയിട്ടല്ല, പൈസയ്ക്കാ. പിന്നെ ഒരിറ്റ് കവിതയും ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കവിത സ്ഥിരമായിട്ട് 2 ദിവസത്തേക്ക് ഒരു കവിത എഴുതി ഒട്ടിക്കും. അത് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് വരുന്ന കുറെ സ്റ്റുഡൻസ് ഉണ്ട്. കുറെ വൈകുന്നേരം ഇവിടെ നിറയെ ആളുകളാണ്. അപ്പൊ അവര് വരും, ഇത് വായിക്കും. ഇത് പല ആളുകളും സെലക്ട് ചെയ്യാ ഒരു പ്രോജക്റ്റാണ്, വായനശാലയുടെ പ്രോജക്റ്റാ. കവിത എഴുതി ഇവിടെ കൊടുക്കണം അല്ലേ? അങ്ങനെ കവിത എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കവിത നമ്മൾ തെരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിക്കും അല്ലേ? അപ്പൊ ഈ ധാരാളം കവിതകൾ ആളുകൾ അയച്ചു തരാറുണ്ട്. അത്തരത്തിൽ അയച്ചു തന്ന ഒരു വള്ളിക്കാപ്പറ്റായിരുന്ന സ്ഥലത്തുള്ള ഒരു കുട്ടി ജ്യോതി സന്തോഷ്. അപ്പൊ വള്ളിക്കപ്പറ്റിയുള്ള ജ്യോതി സന്തോഷ് എഴുതിയ കവിതയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. ഇപ്പൊ 2 ദിവസമായി തോന്നുന്നു പ്രസിദ്ധീകരിച്ചിട്ട്. ഇന്നലെ പ്രസിദ്ധീകരിച്ച കവിതയാണ്. നോക്കൂ, നമ്മൾ ഈ ഹേബർമാസ് എന്ന് പറയുന്ന ഒരു തത്വചിന്തകനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ജർമ്മനിയിലൊക്കെ എങ്ങനെയാണ് യൂറോപ്പിൽ ജനാധിപത്യത്തെ കൊണ്ടുവന്നത്? ഇത്തരം ചായക്കടകളും സലൂണുകളിലെയും കൂടിയിരിക്കുന്ന മനുഷ്യര് കവിതയും ഒപ്പം തന്നെ സാഹിത്യവും രാഷ്ട്രീയവും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് അവിടെ ജനാധിപത്യവും പൊതുയിടവും സൃഷ്ടിച്ചത്. പൊതുമണ്ഡലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പൊതുമണ്ഡലങ്ങളുള്ള ഇടങ്ങളിലെ മനുഷ്യരുടെ രാഷ്ട്രീയത്തിന്റെ കരുത്ത് കൂടും അല്ലേ? അപ്പോൾ നമുക്ക് ആ കവിത ഒന്ന് വായിക്കാം. ആ കവിത എഴുതിയ ഒരാള് ജ്യോതി സന്തോഷാണ്, വള്ളിക്കപ്പറ്റിയിലുള്ള ഒരു കുട്ടിയാണ് അല്ലേ? പക്ഷേ അത് പകർത്തി എഴുതി മനോഹരമായ കൈപ്പടയിലാക്കിയത് ഇദ്ദേഹമാണ് അല്ലേ? അങ്ങയുടെ പേര്? എന്റെ പേര് വിജയകുമാർ. വിജയകുമാർ ഒരു പോലീസുകാരനാണ്. കാക്കിക്കുള്ളിലും ഒരു കലാകാരനുണ്ട് എന്ന് തെളിയിച്ചതാണ് അല്ലേ? മലപ്പുറം വിജിലൻസിൽ വർക്ക് ചെയ്യുന്നത്. മലപ്പുറം വിജിലൻസിലാണ് വർക്ക് ചെയ്യുന്നത്. സർക്കാരിനെതിരെ ചില വിജിലൻസ് ആരോപണങ്ങളൊക്കെ ഉണ്ടല്ലോ. സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ അഴിമതി ഉള്ളത് ഏത് വകുപ്പില്ല? അങ്ങനെ പൊതുവായിട്ട് സത്യസന്ധമായി പറയാൻ പറ്റുമോ? സർക്കാരിന്റെ ഏത് വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ അഴിവുള്ളത്? നമ്മൾ കുടുക്കി. പിന്നെ ഔദ്യോഗികമായിട്ട് പറയാൻ പറ്റുമോ അറിയില്ല. പറയാൻ പറ്റത്തില്ല, വേണ്ട. ഞാൻ പറഞ്ഞു വരുന്ന കുഴപ്പത്തിലാക്കുന്നില്ല. ഈ ഇതിന്റെ പരിപാടി കഴിഞ്ഞ് പോകുമ്പോൾ ഒരു കടലാസ് വീട്ടിൽ വരും, അതുകൊണ്ട് വേണ്ട. മാത്രമല്ല, നിങ്ങൾക്ക് ഈ ടെലിവിഷൻ പരിപാടി പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്, എനിക്കറിയാം. പക്ഷെ നമ്മൾ സാഹിത്യ പരിപാടി പങ്കെടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട് കവിതയാവാം അല്ലേ? അപ്പോൾ വായനശാലയുടെ പരിപാടി. അപ്പോൾ ഒരു കവിത ചൊല്ലിയാലോ? കവിത കേൾക്കാനും കഥ കേൾക്കാനൊക്കെ ഇഷ്ടമാണ്, വായിക്കാറുണ്ട്. പക്ഷെ ചൊല്ലലൊരു വലിയ പണിയാണ്. എന്നാലും കുഴപ്പമില്ല, എന്നാലും നമ്മളിവിടെ വന്നതല്ലേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടൊരു വയലുണ്ടാർന്നേ, വയൽ നിറയെ കതിരുണ്ടാർന്നേ, മുള്ളാൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ,
മീനിന് മുങ്ങാൻ കുളിരുണ്ടായിരുന്നു. നമുക്ക് ഒരു ഗ്രാമം ഒരുമിച്ചിരുന്ന് പാട്ട് പാടുക, ചായ കുടിക്കുക, പാട്ട് എഴുതി ഒട്ടിക്കുക, കവിത പ്രസിദ്ധീകരിക്കുക, അതൊക്കെ ഒരു നല്ല ആശയമാണ്. ആ ആശയം കൊണ്ടുവന്ന ആർക്കാണെങ്കിലും നമ്മുടെ അഭിനന്ദനങ്ങൾ. ഇന്നത്തെ കവിത ജ്യോതി സന്തോഷ് എഴുതിയ വള്ളിക്കപ്പറ്റയിൽ നിന്ന് എഴുതിയ കവിതയാണ്. ആത്മഹത്യ എന്നാണ് തലക്കെട്ട്. ഉരൽ മദ്ദളത്തോടുരച്ചു, ഉരിയില്ലൻ യാതന, മദ്ദളം മറുപടി ഏകി, മർദ്ദനം ദുസ്സഹം, ഉരൽ ഉലക്കയോടും മിണ്ടിയില്ല, മദ്ദളം വിരലിനോടും, അനന്തരം ഉരൽ തൂങ്ങിച്ചത്തു, മദ്ദളം വയറുകീറിച്ചത്തു. ഓർക്കുക, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. നല്ല കവിതയല്ലേ? ആത്മഹത്യകൾ പെരുകി വരുന്നൊരു നാട്ടിൽ, ആത്മഹത്യയുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നൊരു നാട്ടിൽ ജ്യോതി സന്തോഷ് എഴുതിയ മനോഹരമായ കവിത. അപ്പോൾ ജ്യോതി സന്തോഷ് ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ്. ജ്യോതി സന്തോഷിൻ്റെ കവിത ഞങ്ങളും വായിച്ചു, നാട്ടുകാരും വായിച്ചു. താങ്ക് യു വിജയകുമാർ. അപ്പോൾ നമ്മൾക്കിനി വീട്ടിലേക്ക് പോവാം അല്ലേ? കൗൺസിലർ ചായ കുടിച്ച് തീർന്നില്ല, തണുത്തു ചായ. കൗൺസിലർ വിത്തൗട്ട് ആണെന്ന് തോന്നുന്നു. സന്തോഷമുള്ള കാര്യം ഞാൻ പറയാൻ പോവാ. പറയട്ടെ, എന്താണെന്ന് ഊഹിക്കാൻ പറ്റുമോ? JNUവിൽ ഇടത് തരംഗം. സന്തോഷമായില്ലേ ഇപ്പോ? അതെ, ഇടത് കൗൺസിലറായ കൗൺസിലറിന് സന്തോഷമുള്ളൊരു വാർത്തയാണ്.